എം.എൻ. കാരശ്ശേരി ഇവിടെ അൻവർ ഷാപ്പാലോട് പറയുന്നുണ്ടായിരുന്നു, അതിനു മുമ്പും അതിനുശേഷം ഒരുപാട് കൊലപാതകങ്ങൾ കേരളത്തിലുണ്ടായി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ണൂർ CM-ന്റെ നേതൃത്വത്തിൽ RSS CPM സന്ധ്യയോടുകൂടി അവിടെ സമാധാനം ഉണ്ടായി. നല്ല കാര്യം, അത്തരത്തിലുള്ള സമാധാന ശ്രമങ്ങൾ നടക്കട്ടെ. പക്ഷേ TP ചന്ദ്രശേഖരൻ ഇടതുപക്ഷ ഹൃദയങ്ങളെ പോലും ഉണങ്ങാത്ത മുറിവാണ്. ആ രാത്രി മറക്കാനാവാത്ത കാഴ്ചയാണ്. ഓർക്കുമ്പോൾ കണ്ണുകൾ സജലങ്ങളാവുന്ന ഒരു രാത്രിയാണ് ആ രാത്രി. ശ്രീ കാരശ്ശേരി മാഷെ, ഇവിടെ സർക്കാർ കത്ത് പ്രകാരം കണ്ണൂരിലെ ജയിൽ സൂപ്രണ്ട് സിറ്റി പോലീസ് കമ്മീഷണറോട് സ്പെഷ്യൽ റെമിഷന് വേണ്ടി സർക്കാരിലേക്ക് സമർപ്പിക്കാനുള്ള അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെടുകയാണ്. കേവലം ഇതാരും ഒന്നും അറിയാതെ ആകാശത്ത് പൊട്ടി വീണ മട്ടിൽ നോട്ടപ്പിശകാണ് എന്ന് ഉപ്പ് തൊടാന്ന് വിഴുങ്ങാൻ കഴിയോ എം.എൻ. കാരശ്ശേരി? എന്തൊരു തമാശയാണ് ഹാഷ്മി ഇതൊക്കെ കേൾക്കുന്നത്. അതായത് ഒരു ഗവൺമെന്റിന്റെ നയപരമായ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായോ അതിന് വിരുദ്ധമായോ ഒരു ജയിൽ സൂപ്രണ്ട് പെരുമാറുന്നു വിചാരിക്കുന്നത് വെള്ളരിക്ക പട്ടണാണോ? അപ്പോ എന്തുകൊണ്ടാണ് TP ചന്ദ്രശേഖരൻ വധം ഇത്രയും കാലം നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്നത്? അതിലെ പ്രതികൾക്ക് വേണ്ടി, അതിലെ പിന്നീട് കുറ്റവാളികൾക്ക് വേണ്ടി, അതാണ് കോടതി കുറ്റവാളികളായി വിധിച്ച ആളുകൾക്ക് വേണ്ടി ഈ പാർട്ടി എന്തൊക്കെയാ ചെയ്യുന്നത്? ഇതൊന്നും കാണുന്ന ആർക്കും തിരിയില്ല എന്ന് വിചാരിക്കുന്ന വലിയ കഷ്ടമല്ലേ? അപ്പോ അതിന് കുറ്റവാളിയായി ജയിലിൽ കിടക്കുന്ന സമയത്ത് മരിച്ചു കുഞ്ഞനന്ദൻ. ഒരു വീരപരിവേഷം കൊടുത്തിട്ട് ഒരു ജനനായകന്റെ മാതിരിയാണ് അദ്ദേഹത്തിന് യാത്രയപ്പ് കൊടുത്തത്. അപ്പൊ പാർട്ടി ആ കൊലപാതകത്തെ എല്ലാ അർത്ഥത്തിലും വിലമതിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും. അപ്പൊ അത് ലൈവാക്കി, അത് സജീവമാക്കി ആ പ്രശ്നം നിലനിർത്തുന്നാരാ? CPM ആണ്. അവരുടെ പാർട്ടി അല്ലെങ്കിൽ അവരുടെ ഗവൺമെന്റ് അതിലെ കുറ്റവാളികളായ കോടതി വിധിച്ച പ്രതികളോട് കാണിക്കുന്ന ആനുകൂല്യം, അവരോട് കാണിക്കുന്ന സൗജന്യം, അത് എല്ലാ അർത്ഥത്തിലും അക്രമത്തിന്, ഗുണ്ടായിസത്തിന് എല്ലാ പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലാണ്. അപ്പോ പൊതുവെ ഇപ്പൊ ആളുകൾ പറയുന്നത് അവര് വായ തുറന്നാൽ ഇവരുടെ ആഫീസ് പൂട്ടും, അതുകൊണ്ട് അവരുടെ ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയരായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെന്ന് പറയാൻ എനിക്ക് തെളിവൊന്നുമില്ല, പക്ഷെ സാഹചര്യം കൊണ്ട് ഊഹിക്കാവുന്ന അതാണ്. ഇതിലിപ്പോ എന്താന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഹാഷ്മി, പിണറായി വിജയൻ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിയിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോ ഒരു പ്രശ്നമുള്ളത്, ഈ പൂച്ചയ്ക്ക് ആര് മണികെട്ടും? ഇംഗ്ലീഷുകാർ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഹു ഈസ് ടു ബെൽ ദ കാറ്റ്? അപ്പൊ അത് ആരാണ് എന്നുള്ളത്. അപ്പൊ ഗുരുദാസൻ സംസാരിച്ചു എന്നാണ് ഞാൻ വാർത്തയെ കണ്ടത്. ഞാനൊരു ഉദാഹരണം പറയാണ്. അപ്പോ നേരത്തെ അൻവർ ഷാ പാലോട് പറഞ്ഞു, ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് CPM കാരൻ വധിക്കപ്പെട്ടാൽ ആരും മിണ്ടാറില്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. അഭിമന്യു വധത്തിനെതിരായിട്ട് എത്രയെങ്കിലും സംസാരിച്ച ഒരാളാണ് ഞാൻ. അതിനെതിരായിട്ട് ലേഖനം എഴുതിയ ആളാണ് ഞാൻ. ആ ലേഖനം വന്നത് ദേശാഭിമാനിയിലാണ്. ഇന്നത്തെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ P. രാജീവൻ എന്ന ചീഫ് എഡിറ്ററാണ്. അദ്ദേഹം ആ ലേഖനം എഴുതിയത്. അപ്പൊ അഭിമന്യുവിനെ കൊല്ലുന്നതിന് നമ്മളെതിരാണ്. ഞാൻ ഒരുപാട് പേരുകൾ പറയുന്നില്ല. ആരെ കൊല്ലുന്നതിനെതിരാണ് എന്നുള്ളതാണ്. ആരെ കൊല്ലുന്നതിനും CPM എതിരാണ് എന്ന് അൻവർ ഷാക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആളുകൾ അത് കേട്ട് ചിരിക്കും എന്ന് ദയവായിട്ട് അദ്ദേഹം മനസ്സിലാക്കണം. കാരണം നിരന്തരം വന്നുകൊണ്ടിരിക്കുകയല്ലേ, ബോംബ് പൊട്ടിത്തെറിച്ച് വൃദ്ധൻ മരിക്കുന്നു, അത് ഉണ്ടാക്കുന്ന സമയത്ത് ആൾക്കാർ മരിക്കുന്നു, വേറെ ബോംബുകൾ കണ്ടെത്തുന്നു, ആ മരിച്ച വൃദ്ധന്റെ അയൽവക്കത്തുള്ള സീന എന്ന വീട്ടമ്മ അത്തരം കാര്യങ്ങൾക്ക് സാക്ഷി പറയുന്നു, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോ അക്രമരാഹിത്യമാണ് അവരുടെ ഏർപ്പാട്, CPM-ന്റെ ഏർപ്പാട് എന്ന് തീർച്ചയായിട്ടും നാട്ടുകാരോട് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. നാട്ടുകാരത് ചിരിച്ചു തള്ളുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കിതിൽ ഏറ്റവും കഷ്ടമായി തോന്നിയത്, സ്പീക്കർ എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിൽ ഒരു നിലയ്ക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ്. അതിന്റെ മേലെ ഒന്നും ഇല്ല. കാരണം നമ്മുടെ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കുന്ന ആളെ വിളിക്കേണ്ടത് സർ എന്നാണ്. അത്ര മുഖ്യമന്ത്രിയുടെ മേലെയുള്ള. അപ്പൊ അദ്ദേഹം നീതിപീഠമാണ്, അദ്ദേഹം നീതിയുടെ പ്രതീകമാണ്, അദ്ദേഹം നിഷ്പക്ഷത പ്രതീകമാണ് അദ്ദേഹം. അപ്പൊ ഗവൺമെന്റ് ഇങ്ങനെ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് സ്പീക്കർ ഏത് കണക്കിലാ പറയാ? അത് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കറാണ് ഈ സംസാരിക്കുന്നത്. ആർക്കു വേണ്ടി? അത് പറയേണ്ടത് ഉണ്ടോ ഇല്ലേ എന്ന് പറയേണ്ടത് മന്ത്രിമാരാണ്. ഈ ആഭ്യന്തര വകുപ്പായതുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയണം അങ്ങനെ നടപടി ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് പിന്നെ നമ്മുടെ ജിൻഡോ പറഞ്ഞ മാതിരി ആ കാര്യങ്ങൾക്ക് കടലാസ് എഴുതിയ സൂപ്രണ്ടിനെതിരായിട്ട് നടപടി എടുക്കണം. സൂപ്രണ്ടിന് നടപടി എടുക്കാൻ സാധിക്കില്ല. കാരണം അതിന്റെ പിറകില് ഗവൺമെന്റ് ഉണ്ട്, പാർട്ടി ഉണ്ട് എന്നുള്ള കാര്യം പുറത്തു വരും. അതാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും. ഇപ്പോ ഈ എന്താണ്
വടകര മണ്ഡലത്തിൽ. ഇതാണ് ഇതിന്റെ പ്രശ്നം. വടകരയിൽ ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം അവിടുത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു ഭാഗത്തെ സ്ഥാനാർത്ഥി ചന്ദ്രശേഖരനാണ്. അത് ലോക്കൽ ബോഡീസ് ഇലക്ഷൻ ആണെങ്കിലും പാർലമെന്റ് ഇലക്ഷൻ ആണെങ്കിലും നിയമസഭാ ഇലക്ഷൻ ആണെങ്കിലും. കാരണം നിരന്തരം അത് പറയാൻ മാത്രം. ഇപ്പൊ നിങ്ങൾ പറയാമെന്നല്ലോ പൂക്കുര പോലെ ചിതറും എന്നുള്ള പ്രസംഗം, അതൊക്കെ ഇവിടെ നമ്മൾ കണ്ടതാണ്. അതിന്റെ എല്ലാ കാര്യങ്ങളും ആളുകൾക്ക് പച്ചയായിട്ട് ഓർമ്മ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ മരിക്കുന്നതിന് മുൻപ് മരിച്ചിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചന്ദ്രശേഖരനെ വിളിച്ചത് കുലംകുത്തി എന്നാണ്. അതായത് ശ്രീ പിണറായി വിജയന്റെ താല്പര്യത്തിൽ IAS വിട്ട് പാർട്ടിയിൽ വന്ന ആളാണ് കണ്ണന്താനം, അൽഫോൻസ് കണ്ണന്താനം. അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ LDFന്റെ MLA ആണ്. അദ്ദേഹം അത് വിട്ടിട്ട് BJPയിൽ പോകുന്നു. അദ്ദേഹം അവിടെ കേന്ദ്രമന്ത്രിയാവുന്നു. അപ്പൊ കുലംകുത്തി എന്ന് ആരെങ്കിലും പിണറായി വിജയൻ വിളിക്കുകയാണെങ്കിൽ അത് വിളിക്കേണ്ടിയിരുന്നത് അൽഫോൻസ് കണ്ണന്താനത്തെയാണ്. അൽഫോൻസ് കണ്ണന്താനം മന്ത്രിയായപ്പോൾ ഒരു ചുവന്ന പരവതാനി വിരിച്ചുള്ള ഒരു സ്വീകരണം, അതുപോലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരള ഹൗസിൽ വിരുന്ന്, അത് കൊണ്ടാടുക ചെയ്തത്. BJP പോയിട്ട് അവരുടെ കേന്ദ്രമന്ത്രിയായ ഇവരെ MLA ആക്കി ഒരു രാഷ്ട്രീയത്തെ കൊണ്ടുവന്ന ഒരാള് ഇങ്ങനെ. അപ്പൊ അതെന്താ പ്രയോജനമുണ്ട്? TP ചന്ദ്രശേഖരന് വിമർശനം മാത്രമേ ഉള്ളൂ. അപ്പോ എനിക്ക് അത്ഭുതം തോന്നുകയാണ്, ഈ TP ചന്ദ്രശേഖരന്റെ നിർഭാഗ്യവതിയായ വിധവ, ഇദ്ദേഹത്തിന് തൊട്ടു മുന്നിൽ KK രമ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ പണിയൊക്കെ എടുക്കുന്നത്. അവര് വീട്ടമായിട്ട് വീട്ടിലിരിക്കല്ല. കാരണം സംഘടനപരമാണ് ശ്രീ കാരശ്ശേരി മാഷെ. മാത്രമല്ല അതിങ്ങനെ നിർവാദം ഒന്നൊന്നായി തുടരുകയുമാണ്. അത് കൂടുതൽ സജീവ ചർച്ചയാക്കുന്നത് ആരാണ്? സർക്കാരും CPM തന്നെയാണ് താനും. ഞാൻ